ക്ലാമ്പർ സർക്യൂട്ട്സ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാമ്പർ സർക്യൂട്ട്സിനെ കുറിച്ചിട്ടാണ്. നേരത്തെ നമ്മൾ ക്ലിപ്പർ സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് പഠിച്ചിരുന്നത്. ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സിഗ്നലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിച്ചിരുന്നത്. ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യണമെന്ന്, ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഭാഗത്തേക്കോ നമ്മൾ കൊടുക്കുന്ന AC ഇൻപുട്ടിനെ മൊത്തമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലാമ്പർ സർക്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. The clamper circuit moves the volt signal up or down to set either the positive peak or negative peak of the signal at the desired level. ഒരു നിശ്ചിത ലെവലിലേക്ക് കൊടുക്കുന്ന സിഗ്നലിൻ്റെ നെഗറ്റീവ് പീക്കിലേക്കോ അല്ലെങ്കിൽ പോസിറ്റീവ് പീക്കിലേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ മുഴുവനായിട്ടും ഈ സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാമ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. If the circuit pushes the signal upwards, then the circuit is said to be positive clamper. നമ്മൾ 0 ലെവലിൻ്റെ മുകളിലേക്കാണ് പുഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യിക്കണമെങ്കിൽ അതിനെ പോസിറ്റീവ് ക്ലാമ്പർ എന്നും, അതായത് ഔട്ട്പുട്ട് സിഗ്നലിനെ മുകളിലെ ഭാഗത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ അതിനെ പോസിറ്റീവ് ക്ലാമ്പർ എന്നും, when the signal pushed upwards, the negative peak of the signal meet the 0 level. അങ്ങനെ നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ സിഗ്നലിൻ്റെ നെഗറ്റീവ് പീക്ക്, അതായത് താഴത്തെ ഭാഗത്തുള്ള മാക്സിമം വാല്യൂ നെഗറ്റീവ് പീക്ക് എന്ത് ചെയ്യുന്നു, 0 ലെവലിലായിട്ട് എന്ത് ചെയ്യും, അവിടെ ടച്ച് ചെയ്ത് വെക്കും. സർക്യൂട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും. If the circuit pushes the signal downwards, then the circuit is said to be negative clamper. ആ 0 ലെവലിൽ നിന്നും താഴത്തേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയും. When the signal pushed downwards, the positive peak of the signal meet the 0 level. അങ്ങനെ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പീക്ക് എവിടെ ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞത് ആ 0 ഇതിൽ ടച്ച് ചെയ്യും. The construction of the clamper circuit is almost similar to the clipper circuit. ക്ലിപ്പർ സർക്യൂട്ടിന് തുല്യമായ അല്ലെങ്കിൽ അതിനു സമാനമായ കൺസ്ട്രക്ഷൻ തന്നെയാണ് ക്ലാമ്പർ സർക്യൂട്ടിനുള്ളത്. ദി ഓൺലി ഡിഫറൻസ് ഈസ് ദി ക്ലാമ്പർ സർക്യൂട്ട് കണ്ടെയ്ൻസ് ആൻ എക്സ്ട്രാ എലമെൻറ്റ് കാൾഡ് കപ്പാസിറ്റർ. അപ്പോൾ ക്ലിപ്പർ സർക്യൂട്ടിനെ അപേക്ഷിച്ചിട്ട് ക്ലാമ്പർ സർക്യൂട്ടിൽ ഒരു എലമെൻറ്റ് എക്സ്ട്രാ ഉണ്ട്, കപ്പാസിറ്റർ എന്ന എലമെൻറ്റ് എക്സ്ട്രാ ഉണ്ടാവും. എ കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ DC ഓഫ്സെറ്റ് ഫ്രം ദി സ്റ്റോർഡ് ചാർജ്. നമ്മൾ ഇന്ന് കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്തിരിക്കാൻ ഉപയോഗിക്കുന്നത്, അതിവിടെ ഈ സ്റ്റോർ ചെയ്ത ചാർജിൽ നിന്നും ഒരു DC ലെവലിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. എ ടിപ്പിക്കൽ ക്ലാമ്പർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ കപ്പാസിറ്റർ, ഡയോഡ് ആൻഡ് റെസിസ്റ്റർ. അപ്പോൾ ക്ലാമ്പർ സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, ഡയോഡ് ഉണ്ടാവും, ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ്. ടൈപ്സ് ഓഫ് ക്ലാമ്പേഴ്സ്. ക്ലാമ്പർ സർക്യൂട്ട് ആ 3 ടൈപ്സ്. മെയിനായിട്ട് ക്ലാമ്പർ സർക്യൂട്ട് 3 ടൈപ്പിലുണ്ട്. പോസിറ്റീവ് ക്ലാമ്പർ, നെഗറ്റീവ് ക്ലാമ്പർ, ബയാസ്ഡ് ക്ലാമ്പർ. ഇപ്പോൾ പോസിറ്റീവ് ക്ലാമ്പർ നേരത്തെ ഞാൻ പറഞ്ഞു, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പീക്ക് 0 ലെവലായിട്ട് ടച്ച് ചെയ്യുന്ന പറയുക. ഈ ഔട്ട്പുട്ട് വേവ് ഫോം ഏതിൽ നോക്കുക, ആ നെഗറ്റീവ് പീക്ക് ആ 0 ലെവലിൽ എന്ത് ചെയ്യുന്നത്, ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇൻപുട്ട് സിഗ്നലുണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഡയോഡ്, റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. റെസിസ്റ്ററിന് അക്രോസാണ് ഔട്ട് കിട്ടുന്നത്. ഔട്ട് കിട്ടുമ്പോൾ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും എന്ത് ചെയ്യാം എന്ന് ശ്രദ്ധിക്കാം. ഇൻപുട്ട് വേവ് ഫോം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 എന്നാണ് എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. അത് ഔട്ട്പുട്ടിലെത്തുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, VM എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ആ സിഗ്നൽ മൊത്തം എന്ത് ചെയ്യുന്നു, ആ VM ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഉയർത്തിയിരിക്കുന്നു, മുകളിലെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി എങ്ങനെയാണ് പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ ചോദിക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഫോർവേഡ് ബയാസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഫോർവേഡ് ബയാസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നു, സപ്ലൈ ഉണ്ടാകുന്നു. അങ്ങനെ സപ്ലൈ ആയിട്ട് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ആവുന്നു. അങ്ങനെ ഹാഫ് സൈക്കിളിൽ ഡയോഡ് വഴി കണ്ടക്ഷൻ നടന്ന് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ആവുന്നു. അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് എന്തായിരിക്കും, റിവേഴ്സ് ബയാസ് ആയിരിക്കും. അതിന് റിവേഴ്സ് ബയാസ് അതിലൂടെ എന്തുണ്ടാവില്ല, കണ്ടക്ഷൻ ഉണ്ടാവില്ല. കണ്ടക്ഷൻ റെസിസ്റ്റർ, ലോഡ് റെസിസ്റ്ററിലൂടെ ആയിരിക്കും എന്തുണ്ടാവുക, കണ്ടക്ഷൻ ഉണ്ടാവുക. ഇതുകൂടാതെ ഈ കപ്പാസിറ്റർ എന്തുണ്ട്, നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എനർജി സ്റ്റോർ ആയിട്ട് വെക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു, റിലീസ് ആവുന്നു.
അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനോടൊപ്പം ഈ കപ്പാസിറ്റർ ചാർജും കൂടി എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഔട്ടിൽ എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഇൻപുട്ട് ഉണ്ടാവും, അതുകൂടാതെ ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഉണ്ടാവും. അതായത് വി ഇൻ പ്ലസ് വി സി. വി എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സപ്ലൈ, വി സി എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ സപ്ലൈ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ രണ്ട് വോൾട്ടേജും കൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിലൂടെ കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ സിഗ്നൽ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ the half cycle of the input AC signal, the diode is forward biased. Then നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലായിരിക്കും. ആൻഡ് ഹാൻസ് നോ സിഗ്നൽ അപ്പിയേഴ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അങ്ങനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ എല്ലാ സപ്ലൈ ചെയ്യുന്നു, അതിലൂടെയാണ് പാസ് ചെയ്യുക. നമ്മൾ ഔട്ട് ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് നിന്ന് യാതൊരു വോൾട്ടേജും കിട്ടുന്നില്ല. കാരണം ഈ ഡയോഡ് ഫോർവേഡാണ്, അതൊരു ക്ലോസ്ഡ് സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്ന കാരണം എല്ലാ കണ്ടക്ഷൻ എന്ത് ചെയ്യുക, ഡയോഡ് വഴിയാണ് നടക്കുക. In forward bias condition, the diode allows electric current through it. This current will flow to the capacitor and charges it to peak value of the input voltage Vm. നേരത്തെ പറഞ്ഞത് തന്നെ അങ്ങനെ ഡയോഡ് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ കണ്ടക്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, കപ്പാസിറ്റർ ചാർജ് ആവുന്നു. During positive half cycle of the input AC signal, the diode is reverse biased. തിരിച്ചു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഡയോഡ് എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ബയാസ് ആകുന്നു. ആൻഡ് സിഗ്നൽ അപ്പിയേഴ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അങ്ങനെ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ആ ഡയോഡിലൊന്നും ഉണ്ടാവില്ല, കണ്ടക്ഷൻ നടക്കില്ല. പകരം എല്ലാം സപ്ലൈ ചെയ്തുകൊണ്ട് ആ റെസിസ്റ്ററിലൂടെയാണ് എന്ത് ചെയ്യുക, കടന്നു പോവുക. അതിൻ്റെ ഔട്ടിൽ എന്ത് ചെയ്യുന്നു, ആ വോൾട്ടേജ് നമുക്ക് ലഭിക്കും. ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ, ദി ഡയോഡ് ഡസ് നോട്ട് അലൗ ഇലക്ട്രിക് കറൻറ്റ് ത്രൂ ഇറ്റ്. സോ ദി ഇൻപുട്ട് കറൻറ്റ് ഡയറക്ട്ലി ഫ്ലോസ് ടുവാർഡ്സ് ദി ഔട്ട്പുട്ട്. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, ആ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയ കാരണം അവിടെ ഇത് ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിലൂടെ സപ്ലൈ ലെവലിൽ പോവാതെ എല്ലാ സപ്ലൈ എന്ത് ചെയ്യുന്നു, ലോഡ് റെസിസ്റ്ററിലേക്ക് പോകുന്നു. When the positive half cycle begins, the diode is in non-conducting state and the charge stored in the capacitor is discharged. പോസിറ്റീവ് ചെയ്യുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്, കൂടാതെ ആ കപ്പാസിറ്ററിലുള്ള എനർജി എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. Therefore, the voltage appeared at the output is equal to the sum of the voltage stored in the capacitor and the input voltage. അപ്പോൾ ഇവിടെ ഔട്ടിൽ ലഭ്യമാകുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത പോസിറ്റീവ് സൈക്കിളിലെ വി ഇന്നും അതുകൂടാതെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത വോൾട്ടേജും വി എം പ്ലസ് വി സി, അതുകൊണ്ട് അങ്ങനെ ടോട്ടൽ ഔട്ട് അവിടെ നമ്മൾ ഔട്ടിൽ ലഭിക്കുന്നത്. which have the same polarity with each other. As a result, signal shifted upwards. അങ്ങനെ രണ്ട് വോൾട്ടേജിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ആ സിഗ്നൽ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് നമ്മൾ പറഞ്ഞു, താഴത്തേക്ക് എന്ത് ചെയ്യുന്നു, സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഡയോഡ് എന്ത് ചെയ്യുന്നു, ഒന്ന് ഡയറക്ഷൻ മാറ്റിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ആ ചിത്രം ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും ശ്രദ്ധിക്കാം. ഇൻപുട്ട് വേവ് ഫോമിൻ്റെ സ്റ്റാർട്ടിങ് 0 ആണ്. ഇവിടെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ -Vm എന്നാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സിഗ്നൽ മൊത്തം താഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ of the input AC signal, the diode is forward biased and hence no signal appears the output. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഡയോഡ് എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ബയാസിലായിരിക്കും. അങ്ങനെ ഫോർവേഡ് ബയാസ് ആയിരിക്കും, അതിലൂടെ എന്ത് ചെയ്യുന്നു, കണ്ടക്ഷൻ നടക്കുന്നു. ഇല്ല, ഈ റെസിസ്റ്ററിലേക്ക് വോൾട്ടേജ് ഒന്നും എത്തുന്നില്ല, കാരണം ഡയോഡ് ഫോർവേഡ് ബയാസിലാണ്, അതായത് ഒരു ക്ലോസ്ഡ് സ്വിച്ചാണ്. അപ്പോൾ അതിലൂടെ എല്ലാ കണ്ടക്ഷൻ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. In forward biased condition, the diode allows electric current through it. The current will flow the capacitor and charge it. ശ്രദ്ധിക്കുക, എന്ത് ചെയ്യുന്നു, കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ഡയോഡ് ഫോർവേഡ് കണ്ടീഷൻ കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് ചെയ്യുന്നു, ഈ ഡയോഡ് അതിലൂടെ കറണ്ട് സപ്ലൈ ചെയ്തിട്ട് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ആവുന്നു പോസിറ്റീവിൽ ഹാഫ് സൈക്കിളിൽ. During negative half cycle of the input AC signal, the diode is reverse biased. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഈ ഡയോഡ് എന്തായിട്ടാകും, റിവേഴ്സ് ആയിട്ട് മാറിയിരിക്കും. ആൻഡ് ഹാൻഡ് സിഗ്നൽ അപ്പിയേഴ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അങ്ങനെ റിവേഴ്സ് ആകുമ്പോൾ ഡയോഡിലൂടെ എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ട് ചെയ്യില്ല. നമ്മൾ കൊടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള സപ്ലൈ ഏത് വഴിക്ക് പോവുക, റെസിസ്റ്റർ ലോഡിലേക്കാണ് നേരെ ചെല്ലുക.
The diode does not allow electric current through this, so the input current directly flows towards the output. ഡയോഡ് കണ്ടക്ട് ചെയ്യാത്ത കാരണം ഇൻപുട്ട് കറണ്ട് നേരെ ഔട്ടിലേക്ക്, അതായത് ലോഡ് ടെസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. When the negative half cycle begins, the diode is in non-conducting state and the charge stored in the capacitor is discharged. നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടിൽ പറഞ്ഞ അതേ സംഭവം ഇവിടെ നടക്കുന്നു. അതായത് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, അതിലുള്ള എനർജി എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ആവുന്നു. അങ്ങനെ ഡിസ്ചാർജ് ആകുമ്പോൾ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഇൻപുട്ടും ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് എനർജി എന്ത് ചെയ്യുന്നു, നമുക്ക് ഔട്ടിൽ ലഭിക്കുന്നു. അതിൻ്റെ ഫലമായി ഇതെന്ത് ചെയ്യുന്നു, താഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ആവുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുകയും അതുകൂടാതെ നമ്മൾ കൊടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സപ്ലൈയും കൂടിയിട്ട് ഔട്ടിൽ ലഭിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ വേവ് ഫോം ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു.